ഓം ശാന്തി. 5/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമത്തിലൂടെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. ഗീതയുടെ ജ്ഞാനവും രാജയോഗവും നിങ്ങളെ സമ്പൂർണ്ണ പാവനമാക്കി മാറ്റുന്നു. ചോദ്യം: സത്യയുഗത്തിൽ ഓരോ വസ്തുവും ഏറ്റവും നല്ലതും സദോ പ്രധാനവുമാണ്. എന്തുകൊണ്ട്? ഉത്തരം: കാരണം അവിടെ മനുഷ്യർ സദോ പ്രധാനമാണ്. മനുഷ്യർ നല്ലവരാണെങ്കിൽ സാമഗ്രിയും നല്ലതാണ്. മനുഷ്യർ മോശമാണെങ്കിൽ സാമഗ്രികളും നഷ്ടമുണ്ടാക്കുന്നവയാണ്. സദോ പ്രധാന സൃഷ്ടിയിൽ അപ്രാപ്തമായ ഒരു വസ്തുവുമില്ല. ഒന്നും എവിടെയും ചോദിക്കേണ്ടി വരുന്നില്ല. ഓം ശാന്തി. ബാബ ഈ ശരീരത്തിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിനെ ജീവ് എന്ന് പറയുന്നു. ഇതിൽ ആത്മാവുമുണ്ട്. കുട്ടികളായ നിങ്ങൾക്കറിയാം, പരംപിത പരമാത്മാവും ഇതിലുണ്ട്. ആദ്യം ഇത് ദൃഢമാകണം. അതിനാൽ ഇദ്ദേഹത്തെ ദാദാ എന്നും പറയുന്നു. കുട്ടികൾക്ക് ഈ നിശ്ചയമുണ്ട്. ഈ നിശ്ചയത്തിൽ തന്നെ രമണം ചെയ്യണം. തീർച്ചയായും ബാബ ആരിലാണോ വന്നിരിക്കുന്നത് അഥവാ അവതരിച്ചിരിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് ബാബ സ്വയം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൻ്റെയും അന്തിമത്തിലാണ് വരുന്നത്. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു കഴിഞ്ഞു. ഇതാണ് സർവശാസ്ത്ര ശിരോമണിയായ ഗീതയുടെ ജ്ഞാനം. ശ്രീമത് എന്നാൽ ശ്രേഷ്ഠ മതം എന്നർത്ഥം. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതമാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റേത്. ആ ഒന്നിൻ്റെ ശ്രീമത്തിലൂടെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. നിങ്ങൾ ഭ്രഷ്ട മനുഷ്യനിൽ നിന്നും ശ്രേഷ്ഠ ദേവതയാകുന്നു. നിങ്ങൾ വരുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. ബാബയും സ്വയം പറയുന്നു, ഞാൻ വരുന്നത് നിങ്ങളെ ശ്രേഷ്ഠാചാരിയും നിർവികാരി മതവുമുള്ള ദേവി ദേവന്മാർ ആക്കുവാനാണ്. മനുഷ്യനിൽ നിന്നും ദേവതയാവുക എന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കണം. വികാരി മനുഷ്യനിൽ നിന്നും നിർവികാരി ദേവതയാക്കുവാനാണ് വരുന്നത്. സത്യയുഗത്തിൽ മനുഷ്യർ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്, പക്ഷേ ദൈവിക ഗുണങ്ങളുള്ളവരാണ്. ഇപ്പോൾ കലിയുഗത്തിലുള്ളത് ആസുരീയ ഗുണങ്ങളുള്ളവരാണ്. മുഴുവൻ മനുഷ്യ സൃഷ്ടി തന്നെയാണ്, എന്നാൽ അതാണ് ഈശ്വരീയ ബുദ്ധി, ഇതാണ് ആസുരീയ ബുദ്ധി. അവിടെ ജ്ഞാനം, ഇവിടെ ഭക്തി. ജ്ഞാനവും ഭക്തിയും വേറെ വേറെയാണല്ലോ. ഭക്തിയുടെ പുസ്തകങ്ങൾ എത്രയുണ്ട്, ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ എത്രയുണ്ട്. ജ്ഞാനത്തിൻ്റെ സാഗരം ബാബയാണ്. ആ ഒന്നിൻ്റെ പുസ്തകവും ഒന്ന് തന്നെ ആകേണ്ടതാണ്. ആരെല്ലാം ധർമ്മം സ്ഥാപിക്കുന്നുവോ അവരുടെ പുസ്തകവും ഒന്നാകേണ്ടതാണ്. അതിനെ റിലീജിയസ് ബുക്ക് എന്ന് പറയുന്നു. ആദ്യത്തെ റിലീജിയസ് ബുക്കാണ് ഗീത, ശ്രീമദ് ഭഗവത് ഗീത. ഇതും കുട്ടികൾക്കറിയാം. ആദ്യം ആദി സനാതന ദേവി ദേവതാ ധർമ്മമാണ്, അല്ലാതെ ഹിന്ദു ധർമ്മമല്ല. മനുഷ്യർ മനസ്സിലാക്കുന്നത് ഗീതയിലൂടെ ഹിന്ദു ധർമ്മം സ്ഥാപിതമായി എന്നും ഗീത പാടിയത് കൃഷ്ണനാണ് എന്നാണ്. ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയും, പരമ്പരയായി ഇത് കൃഷ്ണൻ പാടിയതാണ്. ഒരു ശാസ്ത്രത്തിലും ശിവഭഗവാനുവാച എന്നില്ല. ശ്രീമദ് കൃഷ്ണ ഭഗവാനുവാച എന്നാണ് എഴുതിയിരിക്കുന്നത്. ആര് ഗീത പഠിച്ചിട്ടുണ്ടാകുമോ അവർക്ക് സഹജമായി മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്
ഈ ഗീതാജ്ഞാനത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയായിരിക്കുന്നു. അതിപ്പോൾ ബാബ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പവിത്രതയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാമം മഹാശത്രുവാണ്. ഇതിലൂടെ തന്നെയാണ് നിങ്ങൾ തോറ്റുപോയത്. ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗജ്ജീത്, അതായത് വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഇതാണെങ്കിൽ വളരെ സഹജമാണ്. പരിധിയില്ലാത്ത ബാബയിരുന്ന് ഇദ്ദേഹത്തിലൂടെ, അതായത് ബ്രഹ്മാവിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. ഈ ഒന്ന് പിന്നെ, അതായത് ബ്രഹ്മാവ്, മനുഷ്യരുടെ പരിധിയില്ലാത്ത പിതാവാണ്. നാമം തന്നെ പ്രജാപിത ബ്രഹ്മ എന്നാണ്. ബ്രഹ്മാവിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞു തരൂ എന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കുഴങ്ങിപ്പോകും. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ഇവർ ക്രിയേഷനാണ്, രചനയാണ്. ഈ മൂന്നിനും ഒരു പിതാവ് ഉണ്ടാകുമല്ലോ. ഈ മൂന്ന് പേരുടെയും പിതാവ് നിരാകാരനായ ശിവനാണ് എന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിനെ സൂക്ഷ്മവദനത്തിലെ ദേവതമാരായി കാണിക്കുന്നു. അവരുടെയും മുകളിലാണ് ശിവൻ. കുട്ടികൾക്കറിയാം, ശിവ് ബാബയുടെ കുട്ടികളായി ഏതെല്ലാം ആത്മാക്കളുണ്ടോ അവർക്ക് സ്വന്തമായ ശരീരം ഉണ്ടാകുമല്ലോ. ആ ഒന്ന് സദാ നിരാകാരനായ പരംപിത പരമാത്മാവാണ്. കുട്ടികൾക്കറിയാം, നിരാകാരനായ പരംപിത പരമാത്മാവിൻ്റെ കുട്ടികളാണ് നമ്മൾ. ആത്മാവ് പരംപിത പരമാത്മാ എന്ന് ശരീരത്തിലൂടെയാണ് പറയുന്നത്. എത്ര സഹജമായ കാര്യങ്ങളാണ്. ഇതിനെ പറയുന്നത് അൽഫും ബേയും, അതായത് ബാബയും സമ്പത്തും. പഠിപ്പിക്കുന്നത് ആരാണ്? ഗീതയുടെ ജ്ഞാനം ആരാണ് കേൾപ്പിച്ചത്? നിരാകാരനായ ബാബ. ബാബയിൽ ഏതെങ്കിലും കിരീടമോ മറ്റോ ഇല്ല. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ബീജരൂപമാണ്, ചൈതന്യമാണ്. നിങ്ങളും ചൈതന്യ ആത്മാക്കളാണല്ലോ. മുഴുവൻ വൃക്ഷത്തിൻ്റെയും ആദി മധ്യ അന്ത്യത്തെ നിങ്ങൾ അറിയുന്നുണ്ട്. പൂന്തോട്ടക്കാരനല്ല, പക്ഷേ എങ്ങനെയാണ് വിത്ത് വിതയ്ക്കുന്നതെന്നും അതിൽ നിന്നും വൃക്ഷം വരുന്നുവെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ജഡവൃക്ഷമാണ്, ഇതാണ് ചൈതന്യം. നിങ്ങളുടെ ആത്മാവിൽ ജ്ഞാനമുണ്ട്. മറ്റാരുടെയും ആത്മാവിൽ ജ്ഞാനം ഉണ്ടായിരിക്കുന്നില്ല. ബാബ ചൈതന്യ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. അപ്പോൾ വൃക്ഷവും മനുഷ്യരുടേതായിരിക്കുമല്ലോ. ഇതാണ് ചൈതന്യ ക്രിയേഷൻ. ബീജവും ക്രിയേഷനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. മാങ്ങയുടെ ബീജം ഇടുന്നതിലൂടെ മാങ്ങ വരുന്നു. പിന്നെ വൃക്ഷം എത്ര വലുതാകുന്നു. അതുപോലെ മനുഷ്യൻ്റെ ബീജത്തിലൂടെ മനുഷ്യൻ എത്ര ഫലപുഷ്ടിയുള്ളതാകുന്നു. ജഡബീജത്തിൽ ജ്ഞാനമൊന്നുമില്ല. ഇതാണ് ചൈതന്യ ബീജരൂപം. ആ ഒന്നിൽ മുഴുവൻ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ജ്ഞാനമുണ്ട്. അതായത് എങ്ങനെയാണ് ഉൽപ്പത്തി, പാലന, പിന്നെ വിനാശമുണ്ടാകുന്നു എന്നത്. ഈ വളരെ വലിയ വൃക്ഷം ഇല്ലാതായ ശേഷം രണ്ടാമതൊരു പുതിയ വൃക്ഷം എങ്ങനെയാണ് നിൽക്കുന്നത്? ഇത് ഗുപ്തമാണ്. നിങ്ങൾക്ക് ജ്ഞാനവും ഗുപ്തമായത് ലഭിക്കുന്നു. ബാബയും ഗുപ്തമായി വരുന്നു. നിങ്ങൾക്കറിയാം, ഈ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പതീതമായിരിക്കുന്നു. ശരി, ബീജത്തിൽ നിന്നും ഏറ്റവും ആദ്യ നമ്പറിൽ വന്ന ഇലകൾ ആരായിരുന്നു? സത്യയുഗത്തിലെ ആദ്യത്തെ ഇല എന്ന് കൃഷ്ണനെ തന്നെയാണ് പറയുന്നത്.
ലക്ഷ്മി നാരായണനെ അല്ല. പുതിയ ഇല ചെറുതായിരിക്കും, പിന്നീടാണ് വലുതാകുന്നത്. അപ്പോൾ ഈ ബീജത്തിന് എത്ര മഹിമയാണുള്ളത്! ഇത് ചൈതന്യമാണല്ലോ. പിന്നെ ഇലകളും വരുന്നു, അവർക്കും മഹിമയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ദേവീ ദേവന്മാർ ആയിക്കൊണ്ടിരിക്കുന്നു, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. നമുക്ക് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം, ഇവരെ പോലെ ആകണം. ചിത്രവുമുണ്ട്. ഈ ചിത്രം ഇല്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയിൽ ജ്ഞാനമേ വരില്ലായിരുന്നു. ഈ ചിത്രം വളരെ ഉപയോഗത്തിൽ വരുന്നു. ഭക്തിമാർഗത്തിൽ ഈ ചിത്രങ്ങളുടെയും പൂജയുണ്ടാകുന്നു. ജ്ഞാനമാർഗത്തിൽ ഈ ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു, ഇങ്ങനെ ആയി മാറണം എന്ന്. ഭക്തിമാർഗത്തിൽ നമുക്ക് ഇങ്ങനെയാകണം എന്ന് മനസ്സിലാക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ എത്ര ക്ഷേത്രങ്ങളാണ് ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ആരുടേതായിരിക്കും? തീർച്ചയായും ശിവ് ബാബയുടേതായിരിക്കും. ആ ഒന്ന് ബീജരൂപമാണ്. പിന്നെ അതിനുശേഷം ആദ്യത്തെ ക്രിയേഷൻ്റെ ക്ഷേത്രമുണ്ടാകും. ആദ്യത്തെ ക്രിയേഷൻ, അതായത് രചന, ഈ ലക്ഷ്മി നാരായണനാണ്. ശിവന് ശേഷം ഇവരുടെ പൂജയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. മാതാക്കൾ ജ്ഞാനം നൽകുന്നു, അവരുടെ പൂജ ഉണ്ടാകുന്നില്ല. അവർ പഠിപ്പിക്കുകയാണല്ലോ. ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ആരുടെയും പൂജ ചെയ്യുന്നില്ല. പഠിപ്പിക്കുന്നവരുടെ പൂജ ഇപ്പോൾ ചെയ്യുക സാധ്യമല്ല. നിങ്ങൾ പഠിച്ച ശേഷം പിന്നെ പഠിത്തമില്ലാത്തവരാകുമ്പോൾ പൂജയുണ്ടാകുന്നു. നിങ്ങൾ തന്നെയാണ് ദേവീ ദേവന്മാരാകുന്നത്. നിങ്ങൾക്ക് മാത്രമേ ഇതറിയാവൂ. ആരാണോ നമ്മളെ ഇങ്ങനെയാക്കി മാറ്റുന്നത്, ആ ഒന്നിൻ്റെ പൂജയുണ്ടാകും. പിന്നെ നമ്മുടെ പൂജ നമ്പർ വൈസായി ഉണ്ടാകും. പിന്നെ വീണ് വീണ് 5 തത്വങ്ങളുടെയും പൂജ ചെയ്യുവാൻ തുടങ്ങുന്നു. ശരീരം 5 തത്വങ്ങളുടേതാണല്ലോ. 5 തത്വങ്ങളുടെ പൂജ ചെയ്താലും ശരീരത്തിൻ്റേത് ചെയ്താലും ഒന്ന് ആകുന്നു. ഈ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. ഈ ലക്ഷ്മി നാരായണന്മാർ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരികളായിരുന്നു. ഈ ദേവീ ദേവന്മാരുടെ രാജ്യം പുതിയ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നുവല്ലോ. എന്നാൽ അത് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഇതറിയുന്നില്ല. 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ഒരിക്കലും ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുക സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതിയുണ്ട്. നമ്മൾ ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു. ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ പിന്നീട് മറ്റു ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി. ഹിന്ദു ധർമ്മം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പതീതമായത് കാരണം സ്വയം ദേവീ ദേവത എന്ന് പറയുന്നത് ശോഭിക്കുന്നില്ല. അപവിത്രമായവരെ ദേവീ ദേവത എന്ന് പറയുവാൻ കഴിയില്ല. മനുഷ്യർ പവിത്ര ദേവിമാരെ പൂജിക്കുന്നു. അപ്പോൾ തീർച്ചയായും സ്വയം അപവിത്രമാണ്. അതിനാൽ പവിത്രമായവരുടെ മുന്നിൽ ശിരസ് നമിക്കേണ്ടി വരുന്നു. ഭാരതത്തിൽ പ്രത്യേകിച്ച് കന്യകമാരെ നമിക്കുന്നു, കുമാരന്മാരെ നമിക്കുന്നില്ല. ഫീമെയിൽസിനെ നമിക്കുന്നു. മെയിലിനെ എന്തുകൊണ്ട് നമിക്കുന്നില്ല? കാരണം ഈ സമയം ജ്ഞാനവും ആദ്യം മാതാക്കൾക്കാണ് ലഭിക്കുന്നത്. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇത് ജ്ഞാനത്തിൻ്റെ വലിയ നദിയാണ് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ജ്ഞാന നദിയുമാണ്, പിന്നെ പുരുഷുമാണ്. ഈ ഒന്നാണ് ഏറ്റവും വലിയ നദി. ബ്രഹ്മപുത്ര നദി ഏറ്റവും വലുതാണ്. അത് കൽക്കട്ടയുടെ ഭാഗത്ത് സാഗരത്തിൽ പോയി ചേരുന്നു.
മേളയും അവിടെ നടക്കുന്നു. എന്നാൽ ഇത് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേളയാണ് എന്നത് അവർക്കറിയില്ല. അതാണെങ്കിൽ ജലത്തിൻ്റെ നദിയാണ്. അതിന് ബ്രഹ്മപുത്ര എന്ന പേര് വച്ചിരിക്കുന്നു. അവർ ബ്രഹ്മത്തെ ഈശ്വരനായി പറഞ്ഞിരിക്കുന്നു. അതിനാൽ ബ്രഹ്മപുത്രയെ വളരെ പാവനമായി മനസ്സിലാക്കുന്നു. വലിയ നദിയാണ്, അപ്പോൾ അത് പവിത്രവുമായിരിക്കും. പതീത പാവനൻ എന്ന വാസ്തവത്തിൽ ഗംഗയെ അല്ല ബ്രഹ്മപുത്രയെ പറയണമായിരുന്നു. മേളയും ഇതിൻ്റേത് നടക്കുന്നു. ഇതും സാഗരത്തിൻ്റെയും ബ്രഹ്മ നദിയുടെയും മേളയാണ്. ബ്രഹ്മാവിലൂടെ എങ്ങനെയാണ് അഡോപ്ഷൻ നടക്കുന്നത്? ഈ ഗുഹ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് പ്രായേണ ലോപിച്ചു പോകുന്നു. ഇതാണെങ്കിൽ തികച്ചും സഹജമായ കാര്യമാണല്ലോ. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നെ ഈ ലോകം തന്നെ ഇല്ലാതാകും. ശാസ്ത്രങ്ങളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. പിന്നെ ഭക്തിമാർഗത്തിൽ ഈ ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും. ജ്ഞാനമാർഗത്തിൽ ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഈ ശാസ്ത്രങ്ങൾ പരമ്പരയായി തുടർന്നു വരുന്നു എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. ജ്ഞാനം ഒന്നും തന്നെയില്ല. കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ പരമ്പര എന്ന് പറയുന്നു. ഇതിനെ പറയുന്നത് അജ്ഞാന അന്ധകാരം എന്നാണ്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ഈ പരിധിയില്ലാത്ത പഠനം ലഭിക്കുകയാണ്. അതിലൂടെ നിങ്ങൾ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ദേവീ ദേവന്മാരുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൂർണ്ണമായും അറിയാം. ഇവർ പവിത്ര പ്രവൃത്തി മാർഗത്തിലുള്ളവരും പൂജ്യരുമായിരുന്നു. ഇപ്പോൾ പൂജാരിയും പതീതവുമായിരിക്കുന്നു. സത്യയുഗത്തിൽ പവിത്ര പ്രവൃത്തി മാർഗമാണ്. ഇവിടെ കലിയുഗത്തിൽ അപവിത്ര പ്രവൃത്തി മാർഗമാണ്. പിന്നീട് നിവൃത്തി മാർഗം ഉണ്ടാകുന്നു. അതും ഡ്രാമയിൽ ഉള്ളതാണ്. അതിനെ സന്യാസധർമ്മം എന്ന് പറയുന്നു. വീടും കുടുംബവും സന്യസിച്ച് കാട്ടിലേക്ക് പോയിക്കളയുന്നു. അതാണ് പരിധിയുള്ള സന്യാസം. വസിക്കുന്നത് ഈ പഴയ ലോകത്തിൽ തന്നെയാണല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ സംഗമയുഗത്തിലാണ്. പിന്നെ പുതിയ ലോകത്തിലേക്ക് പോകും. നിങ്ങൾക്ക് തിഥിയും തീയതിയും സെക്കൻഡ് സഹിതം എല്ലാം അറിയാം. അവരാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷം വർഷങ്ങൾ എന്ന് പറയുന്നു. ഇതിൻ്റെ പൂർണ്ണ കണക്ക് എടുക്കുവാൻ സാധിക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ആർക്കും ഓർമ്മിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ബാബ എന്താണ്, എങ്ങനെ വരുന്നു, എന്ത് കർത്തവ്യം ചെയ്യുന്നു. നിങ്ങൾ സർവരുടെയും ഓക്കുപേഷനും ജാതകവും അറിയുന്നു. പിന്നെ വൃക്ഷത്തിന് ധാരാളം ഇലകളുണ്ട്. അതിനെ എണ്ണുവാൻ സാധിക്കില്ല. ഈ പരിധിയില്ലാത്ത സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന് എത്ര ഇലകളുണ്ട്? 5000 വർഷത്തിൽ ഇത്രയും കോടികളുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് വർഷത്തിൽ എത്ര അളവറ്റ മനുഷ്യർ ഉണ്ടാകുമായിരുന്നു? ഭക്തിമാർഗത്തിൽ കാണിക്കുന്നുണ്ട്, അഥവാ എഴുതിയിരിക്കുകയാണ്, സത്യയുഗം ഇത്ര വർഷത്തിൻ്റേതാണ്, ത്രേത ഇത്ര വർഷത്തിൻ്റേതാണ്, ദ്വാപരം ഇത്രയും വർഷത്തിൻ്റേതാണ് എന്നെല്ലാം. ബാബ ഇരുന്ന് കുട്ടികളായ നിങ്ങൾക്ക് ഈ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. മാങ്ങയുടെ വിത്ത് കാണുമ്പോൾ തന്നെ മാങ്ങയുടെ വൃക്ഷം മുന്നിൽ വരുമല്ലോ. ഇപ്പോൾ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്കിരുന്ന് വൃക്ഷത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. കാരണം ചൈതന്യമാണ്. ഇത് നമ്മുടെ തലകീഴായ വൃക്ഷമാണ് എന്ന് പറഞ്ഞു തരുന്നു.
നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. എന്തെല്ലാം ഈ ലോകത്തിലുണ്ടോ, അത് ജഡമായാലും ചൈതന്യമായാലും അതേപോലെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ എത്ര വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ഇത്രയും ഉണ്ടാവുക സാധ്യമല്ല. ഇന്ന വസ്തു ഓസ്ട്രേലിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും വന്നു എന്നെല്ലാം പറയുന്നു. സത്യയുഗത്തിൽ ഓസ്ട്രേലിയയും ജപ്പാനും മറ്റും ഉണ്ടായിരുന്നില്ല. ഡ്രാമയനുസരിച്ച് അവിടെയുള്ള വസ്തുക്കൾ ഇവിടെ വരുന്നു. ആദ്യം അമേരിക്കയിൽ നിന്നും ഗോതമ്പും മറ്റും വരുമായിരുന്നു. സത്യയുഗത്തിൽ എവിടെയെങ്കിലും നിന്ന് വരികയൊന്നുമില്ല. അവിടെ ഏകധർമ്മമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ വസ്തുക്കളും നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ധർമ്മം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം എല്ലാ വസ്തുക്കളും കുറഞ്ഞു വരികയും ചെയ്യുന്നു. സത്യയുഗത്തിൽ എവിടെ നിന്നും ചോദിക്കുന്നില്ല. ഇപ്പോഴെങ്കിൽ നോക്കൂ, എവിടെയെല്ലാം ആണ് ചോദിക്കുന്നത്. മനുഷ്യർ പിന്നീടാണ് വർദ്ധിച്ചു വന്നത്. സത്യയുഗത്തിൽ അപ്രാപ്തമായ ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. അവിടെയുള്ള ഓരോ വസ്തുവും സതോ പ്രധാനവും വളരെ നല്ലതുമായിരിക്കും. മനുഷ്യൻ തന്നെ സതോ പ്രധാനമാണ്. മനുഷ്യൻ നല്ലതാണെങ്കിൽ സാമഗ്രികളും നല്ലതായിരിക്കും. മനുഷ്യർ മോശമാണെങ്കിൽ സാമഗ്രികളും നഷ്ടം വരുത്തുന്നവയാണ്. സയൻസിൻ്റെ മുഖ്യ വസ്തുവാണ് അറ്റോമിക് ബോംബ്. അതിലൂടെ ഇത് മുഴുവൻ വിനാശമാകുന്നു. എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്ന ആത്മാവിൽ മുൻകൂട്ടി തന്നെ ഡ്രാമയനുസരിച്ച് ജ്ഞാനമുണ്ടായിരിക്കും. എപ്പോൾ സമയമാകുന്നുവോ അപ്പോൾ അവരിൽ ആ ജ്ഞാനം വരുന്നു. ആരിൽ സെൻസ് ഉണ്ടായിരിക്കുമോ അവർ കാര്യം ചെയ്യും, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യും. കൽപ്പകൽപ്പങ്ങളിൽ എന്ത് പാർട്ട് അഭിനയിച്ചുവോ അത് തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എത്ര നോളജ്ഫുൾ ആകുന്നു. ഇതിനേക്കാൾ അധികമായ നോളജ് ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ ഈ നോളജിലൂടെ ദേവതയായി മാറുന്നു. ഇതിനേക്കാൾ ഉയർന്ന ഒരു നോളജ് ഇല്ല. അതാണ് മായയുടെ നോളജ്. അതിലൂടെ വിനാശമുണ്ടാകുന്നു. അവർ, അതായത് സയൻറ്റിസ്റ്റ്, മൂണിലേക്ക് പോകുന്നു, അന്വേഷിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഒന്നും പുതിയ കാര്യമല്ല. ഇതെല്ലാം മായയുടെ പോംപാണ്, പുറംമോടിയാണ്. വളരെയധികം ഷോ കാണിക്കുന്നു. അതേ ഡീപ്നെസ്സിലേക്ക് പോകുന്നു. വളരെയധികം ബുദ്ധി പ്രയോഗിക്കുന്നു. എന്തെങ്കിലും അത്ഭുതം കാണിക്കുന്നതിന് വേണ്ടി. വളരെയധികം അത്ഭുതം കാണിക്കുന്നതിലൂടെ പിന്നെ നഷ്ടമുണ്ടായി പോകുന്നു. എന്തെല്ലാമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കുന്നവർക്കറിയാം ഇതിലൂടെ ഈ വിനാശം സംഭവിക്കും എന്ന്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഗുപ്തമായ ജ്ഞാനത്തെ സ്മരിച്ച് ഹർഷിതമായി ഇരിക്കണം. ദേവതമാരുടെ ചിത്രങ്ങൾ മുന്നിൽ കാണുമ്പോൾ അതിനെ നമിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നതിന് പകരം അവരെ പോലെ ആകുന്നതിനായി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. സൃഷ്ടിയുടെ ബീജരൂപമായ ബാബയെയും ബാബയുടെ ചൈതന്യ രചനയെയും മനസ്സിലാക്കി നോളജ്ഫുൾ ആകണം. ഈ നോളജിനേക്കാൾ ഉയർന്ന മറ്റൊരു നോളജ് ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഈ ലഹരിയിലിരിക്കണം. വരദാനം: ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന പാഠത്തിൻ്റെ സ്മൃതിയിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാക്കുന്ന ശ്രേഷ്ഠ ആത്മാവായി ഭവിക്കട്ടെ. ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന പാഠം നിരന്തരം ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ സ്ഥിതി ഏകരസമായി മാറും. കാരണം നോളജാണെങ്കിൽ എല്ലാം ലഭിച്ചു കഴിഞ്ഞു. അനേകം പോയിന്റ്സ് ഉണ്ട്.
എന്നാൽ പോയിന്റ്സ് ഉണ്ടായിരിക്കുമ്പോഴും പോയിന്റ് രൂപത്തിൽ ഇരിക്കണം. ഇതാണ് ആരെങ്കിലും താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ അത്ഭുതം. ചിലപ്പോൾ കാര്യങ്ങൾ താഴേക്ക് വലിക്കും, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി, ചിലപ്പോൾ ഏതെങ്കിലും വസ്തു, ചിലപ്പോൾ വായുമണ്ഡലം. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ സെക്കൻഡിൽ ഈ എല്ലാ വിസ്താരവും സമാപ്തമായി ഏകരസസ്ഥിതി നിലനിൽക്കണം. അപ്പോൾ ശ്രേഷ്ഠ ആത്മാവായി ഭവിക്കട്ടെ എന്നതിൻ്റെ വരദാനി എന്ന് പറയും. സ്ലോഗൻ: നോളജിൻ്റെ ശക്തി ധാരണ ചെയ്യൂ, എങ്കിൽ വിഘ്നങ്ങൾ യുദ്ധം ചെയ്യുന്നതിന് പകരം തോൽക്കും. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. ഇപ്പോൾ സർവ ആത്മാക്കളും പ്രകൃതിയും ഭക്തരും മുക്തമാകും വിധം നിങ്ങളേവരും മുക്തമായി മാസ്റ്റർ മുക്തിദാതാവാകൂ. ഇപ്പോൾ ബ്രഹ്മബാബ ഈ ഒരു കാര്യത്തിൽ ഡേറ്റ് കോൺഷ്യസ് ആണ്. എൻ്റെ ഓരോരോ കുട്ടിയും എപ്പോൾ ജീവൻ മുക്തമാകും, അന്തിമത്തിൽ ജീവൻ മുക്തമാകും എന്ന് കരുതരുത്. ഇല്ല, വളരെ കാലത്തെ ജീവൻ മുക്ത സ്ഥിതിയുടെ അഭ്യാസമാണ് വളരെ കാലത്തെ ജീവൻ മുക്ത രാജ്യഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മാവാണ് എന്ന സങ്കല്പത്തിൽ ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ഉയർന്ന സ്ഥിതി എന്നെ ഉപരാമമാക്കുന്നു. ഈ ദേഹത്തിലിരിക്കെ ഉപരാമ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹവും ദേഹിയും രണ്ടാണെന്ന വ്യക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥിതിയുടെ അനുഭവം എന്നെ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഉപരാമമാക്കുന്നു. സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ഈ വേറിട്ട സ്ഥിതിയിലൂടെ എനിക്ക് സഹജമായി ഒരു സെക്കൻഡിൽ ബിന്ദു രൂപമായി മാറാൻ സാധിക്കുന്നു. ബിന്ദു രൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ഈ ബിന്ദു രൂപസ്ഥിതി എന്നിൽ സഹജമായി ബിന്ദു രൂപനായ ബാബയുടെ സ്മൃതി വരുത്തുകയാണ്. അതിവേറിട്ടതും പ്രിയപ്പെട്ടതുമായ ബിന്ദു രൂപമായ ബാബയുടെ സന്താനമാണ് ഞാൻ എന്ന
നിശ്ചയപൂർണ്ണ സ്മൃതി എന്നിൽ ബാബയിലേക്ക് ഒരു അലൗകിക ആകർഷണവും നിസ്സീമമായ സ്നേഹവും വരുത്തുന്നു. ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനുമായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. സിന്ധുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്കും ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശവീചികൾ വ്യാപിപ്പിക്കുകയാണ്.